അപ്പൊ ഗായ്സ് എല്ലാരും സ്മാർട്ടല്ലേ? അപ്പൊ ഞാൻ എന്തായാലും നല്ല രീതിക്ക് സ്മാർട്ടാണ് ഗായ്സ്. അപ്പൊ കൊറേ നാളായി ഞാൻ വ്ളോഗൊക്കെ എടുത്തിട്ട്, കൊറേ നാളെന്ന് പറഞ്ഞാൽ കൊറേ നാളായി. അപ്പൊ ഞങ്ങൾ ഇന്ന് കടയിലാട്ട് വന്നെത്തിയിരിക്കണേ. അപ്പൊ ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് മാറണാണ് ഗായ്സ്. ഞങ്ങൾ നൈസായിട്ട് റൂം എടുത്ത്, ഇതാണ് നമ്മളെ റൂം എടുത്തേക്കണം ജീഷ്. അപ്പൊ ഇത് നമ്മുടെ ഒരു ഹാളും കാര്യങ്ങളൊക്കെ വരണ. ഇവിടെ ഇങ്ങനെ ഒരു റൂം വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ എടുത്തങ്ങനെ ഇപ്പൊ റൂം മൊത്തം ഷീറ്റൊക്കെ ആയതുകൊണ്ട് നല്ല ചൂടുണ്ട് കേട്ടാ. ഇവിടെ ഒരു വാഷ്റൂം ഉണ്ട്, ഇവിടെ ഒരു റൂമുണ്ട്, 2 റൂമാണ് നമുക്കുള്ളത്. അപ്പൊ കുറെ നാൾക്ക് ശേഷം ഞാൻ വ്ളോഗ് എടുക്കണേണ്. അപ്പൊ ഇനി എന്റെ വ്ളോഗുകൾ ഡെയിലി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഇടാൻ മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും ഗൈസ്. അപ്പൊ ഞങ്ങളെ ഓട്ട് ബീൻസിലായിട്ട് വരാത്തവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വന്ന് ഞങ്ങളുടെ ബർഗർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോട്ടെ. അത് ഞാൻ വെറുതെ പറയണല്ല ഗൈസ്, ഭയങ്കരമായിട്ട് ഹൈപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ബർഗറാണ്. ഇപ്പൊ അത്യാവശ്യം ചെറിയ രീതിക്ക് ഞങ്ങൾ തുടങ്ങി സ്റ്റാർട്ട് ചെയ്ത് വന്നത്. ബർഗർ നല്ല രീതിക്ക് ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കണേ, ബ്ലാക്ക് ബർഗർ. അപ്പൊ ഇവിടെ നേരെ ഇനി കടയിലായിട്ട് പോകണേ. നമ്മുടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്, റൂമിൽ കൊണ്ടുവന്ന് കയറ്റി വെച്ചേക്കണേ. അപ്പോൾ അതേ ഇവിടെ സാധനങ്ങൾ ഇപ്പം ഉണ്ട്. ഇവിടെ അപ്പോൾ എന്താണ് ബർഗറിനെ കുറിച്ച് പറയാനുണ്ട്? നല്ലൊരു ബർഗറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതെ, ട്രൈ ചെയ്ത് നോക്കുക. നേരെ കടയിലായിട്ട് ഞാൻ കാണിച്ചു തരാം. കടയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾക്ക് അധികം ഒരുപാട് കാര്യങ്ങളൊന്നും കാണിച്ചു തന്നിട്ടില്ല, ഒരുപാട് സംസാരിച്ച് വഷളാക്കണമില്ല. നേരെ കടയിലായിട്ട് പോട്ടെ ഗൈസ്. നമുക്ക് കടയിൽ കയറുന്നതിന് മുമ്പ് നമുക്ക് ബേക്കേഴ്സ് ഷോപ്പിൽ നിന്ന് ഒരു സാധനം മേടിക്കാണ്ട് ഗൈസ്. ഇവിടെ നമ്മൾ കുറച്ച് സാധനമൊക്കെ പർച്ചേസ് ചെയ്യണം കേട്ടോ. അതെ നടക്കുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഡാർക്ക് ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ളത്. നേരെ പർച്ചേസ് ചെയ്യാൻ വേണ്ടി കയറണേ. നമ്മളെ സഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് സാധനം വേറെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ഫ്ലോർ. എടാ എന്തൊക്കെയാണ് പർച്ചേസ് ചെയ്യാനുള്ളത്? ക്യാപ്പ്, ചോക്ലേറ്റ്, ഗ്ലൗസ്, ഇത്ര സാധനമാണ് നമുക്കിപ്പോൾ മേടിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തി. ഇപ്പോൾ ഡോണത്തിനും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള ചോക്ലേറ്റ് ആണ് നോക്കണം. നമ്മൾ ബേക്കേഴ്സിന് ഇറങ്ങിയപ്പോൾ ഉള്ള റേറ്റ് കണ്ട 1796 രൂപ. നമ്മൾ അതിൻ്റെ കൂടെ 5-6 സാധനം കൂടി മേടിച്ചായിരുന്നു കേട്ടോ. നമ്മൾ നേരെ ഇവിടെ നിന്ന് ബിൻസിലോട്ട് വന്നെത്തിയിരിക്കുന്നതാണ് കേട്ടോ. ഗൈസ് അപ്പുറത്തെ കടയിലെ ശ്യാമണ്ണ നമ്മുടെ ഗായ്സിനോട് ഒരു ഹായ് പറഞ്ഞു. ഹായ് ഹായ്. നമ്മുടെ റൂമിലെ ഗസ്റ്റുകളാട്ടോ അവര് 2 പേര്. അപ്പൊ നമ്മള് നേരെ ഷട്ടർ റോക്ക് നമ്മുടെ വർണ്ണ സ്റ്റിക്കറിലെ ചേട്ടൻ എല്ലാരും കണ്ടിട്ടുണ്ടാവില്ലേ? ഹായ്. നമ്മളെ കട പറഞ്ഞിട്ടുണ്ട്. ഓ ലൈറ്റ് ഇട്ട് 2 ദിവസമായി കാശിൻ്റെ ഉള്ളിൽ കയറിയിട്ട്. നമ്മുടെ ഒരു മീനുണ്ട് കേട്ടാ, ഗപ്പി. കുറെ നാളായി പ്രസവിക്കുമെന്ന് പറഞ്ഞ് ഇവൻ പറ്റിക്കണം നമ്മളെ. ഗോൾഡ് ഫിഷ് ഉണ്ട്, 2 ഗപ്പീസ് ഉണ്ട്. നമ്മുടെ എടാ ഞാൻ ആദ്യത്തെ പണി ഇത് ഫുള്ള് നമുക്കെടുത്ത് മാറ്റി നേരെ പുറത്തോട്ടിടണം. അതാണ് നമ്മുടെ ആദ്യത്തെ പണി. ഓ അതിന് മുമ്പ് പള്ളിയിൽ പോണ്ടേ? പള്ളിയിൽ പോയി പ്രാർത്ഥിക്കണം ഗൈസ്. പ്രാർത്ഥിച്ചാൽ തുടങ്ങാനുള്ള പുതിയ വർഷം തുടങ്ങിയല്ലേ. തുടങ്ങിയപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് ലേറ്റ് ആയിപ്പോയി, എന്നാലും ഇനി ഉഷാറാക്കാൻ വേണ്ടി പോണേണ്. അപ്പൊ നേരെ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കാം. നേരെ അപ്പുറത്ത് കാണാൻ നമ്മുടെ പള്ളി, നേരെ പോവാ. ഓ ആ സാധനം പൊളിയല്ലേ. അപ്പൊ നമ്മൾ നമ്മുടെ പള്ളിയിലെത്തി ഗൈസ്. നേരെ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി അതാട്ട് പോവാ. അടിപൊളി പള്ളിയാണ്. ഇവിടെ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടക്കും. നമ്മൾ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളും നടത്തി കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതുപോലെ തന്നെ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഇതുവരെ കയറി പ്രാർത്ഥിച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ, നമ്മ പള്ളിയിലൊക്കെ പോയി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്താട്ടിറക്കണം ഗൈസ്. അതാണ് ഏറ്റവും വലിയ നമ്മുടെ പണി. മാറ്റ്, ബെഞ്ച്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും. കാര്യങ്ങളൊക്കെ എടുത്ത് പുറത്ത് ഇട്ട് കഴിഞ്ഞ് ഇപ്പൊ നമ്മളെ മൊത്തത്തില് ഇങ്ങനെ ആയിട്ടുണ്ട് ഗൈസ്. നല്ല രസമില്ലേ? ഇനി നമ്മുടെ പർച്ചേസ് ചെയ്ത കുറച്ച് സാധനങ്ങളൊക്കെ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം. നമുക്ക് ഹൗസ് എടുത്തായിരുന്നു, കാണിച്ചായിരുന്നു. തിരാമിസിനുള്ള ഒരു സാധനമാണ്. ഗാർലിക് പൗഡറും എടുത്തിട്ടുണ്ട്. ഗ്ലൗസ് എല്ലാം കാണിച്ച സാധനങ്ങളൊക്കെ തന്നെ. പിന്നെ ഫോറം മാളിൽ നിന്ന് മേടിച്ച കുറച്ച് സാധനങ്ങളുണ്ടായിരുന്നു. അതെന്തൊക്കെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ചീസും കാര്യങ്ങളൊക്കെ. അത് കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒലിവ്സ് എടുത്തിട്ടുണ്ട്. ഒലിവ്സ് നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ബ്ലാക്ക് കൊടുത്തത് ഇപ്രാവശ്യം നമ്മൾ പച്ചയാക്കിയിട്ടുണ്ട് കേട്ടോ ഒലിവ്സ്. പിന്നെ ഒരു ഒനിയൻ പൗഡർ എടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഇനി ഇവിടെ കുറച്ച് പണിയുണ്ട്, കുറച്ച് ഡോണറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനുണ്ട്. കാരണം പുതിയ ഉണ്ടാക്കണം. ഇന്നലെ നമ്മൾ അവധി ആയതുകൊണ്ട് ഡോണറ്റ് ഉണ്ടാക്കിയില്ല. ഉണ്ടാക്കി വെച്ച് 1 ദിവസത്തേക്ക് 2 ദിവസത്തേക്ക് ഡോണറ്റ് ഒന്നിരിക്കുള്ളൂ. നമ്മ ഇന്നലെ അടിച്ച് വെച്ചില്ല. നമുക്ക് ഡോണറ്റും കാര്യങ്ങളും ഉണ്ടാക്കാനുണ്ട്. ഇവിടെ കുറച്ച് പണികളുണ്ട് ഗൈസ്. അപ്പൊ അതിന് മുമ്പ് ഒന്ന് വിഷാക്കാനുണ്ട്. നല്ല രീതി ചോറ് കഴിഞ്ഞിട്ട്
ചോറ് കഴിച്ചിട്ടിരിക്കാൻ നല്ല വിശപ്പുണ്ട് guys. അപ്പൊ നമുക്ക് ചോറ് കഴിക്കാട്ടാ. നമ്മള് ചോറ് കഴിക്കാൻ പോണേ നമ്മുടെ കയ്യിലുള്ള ബിരിയാണിയാണ് കേട്ടാ, ചിക്കൻ ബിരിയാണി. എന്റെ അമ്മ ഉണ്ടാക്കിയ സ്പെഷ്യലാണ് ഗൈസ്. വാവ്, വേറെ കറിയുണ്ടോടാ? ബിരിയാണി, ചിക്കൻ ഉണ്ട്. ഇതെന്ത് കറിയാണ്? മീൻ കറിയാ. ഓ, ബീഫ് ബിരിയാണി, ചിക്കൻ ബിരിയാണിയിൽ മീൻ കറി, അത് മൂട്. നമുക്കൊന്ന് ടേസ്റ്റ് നോക്കാം. ആദ്യമേ കുറച്ച് കറി എടുക്കുക, ചോറെടുക്കുക, കുറച്ച് മീനും കൂടി എടുക്കാം കുറച്ച്. ആഹാ, ഒരു പീസ് മീൻ. കഴിച്ചോണ്ട് വരാം ഗൈസ്. ചോറ് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഞങ്ങൾക്ക് ഒരു ഗുഡ് ന്യൂസ് കിട്ടി ഗൈസ്. കുഞ്ഞുണ്ടായി ഗൈസ്. എനിക്ക് 2-3 കുഞ്ഞുങ്ങളെ അതുങ്ങനെ കടിച്ച് കൊന്നുകളെ ഞാൻ തോന്നണ്. ഞങ്ങളാണ് നമ്മുടെ മീൻ. അപ്പോൾ പൊളി. അപ്പോൾ പുതിയൊരു വർഷത്തിൽ നമുക്കൊരു കൂട്ടുകാരനെ കൂടി കിട്ടിയിട്ടുണ്ട് എൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിനടുത്തൊന്നും മാറ്റണം സേഫായിട്ട്, അല്ലെങ്കിൽ ഇതിങ്ങനെ തിന്ന് കളയൂട്ടാ. എന്തേലും ഫുണ്ടാ മക്കളാണെന്ന് ആലോചിക്കണമാര്. ഇവനാണ് പ്രസവിച്ചോണ്ടിരിക്കണം. ഒരു കസ്റ്റമർ വന്നിട്ടുണ്ട്. കസ്റ്റമർ പുറത്തിരിപ്പുണ്ട് കേട്ടാ. അപ്പൊ നമുക്ക് പുള്ളി ബർഗർ അടിക്കാനാണ് പറഞ്ഞേക്കണം. ബർഗർ ഒരു വട്ടം ഇതേവരെ കഴിച്ചിട്ട് ഒരു പുള്ളി റെക്കമെൻഡ് ചെയ്ത് വന്നാണ്. നമ്മള് നേരെ ആ ചേട്ടന് വേണ്ടിയിട്ട് ബർഗർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുണ്ട് ഗൈസ്. നമ്മുടെ ബ്ലാക്ക് ബർഗറാണ് ഓർഡർ ചെയ്തേക്കണേ. അപ്പൊ നമ്മള് ബ്ലാക്ക് ബർഗർ റാപ്പ് ചെയ്ത് വെച്ചേക്കണേ. ഇതിൽ നിന്ന് നമ്മൾ ഓരോ ബർഗർ അടിക്കുന്നതായിരിക്കും. ബർഗർ ഉണ്ടാക്കണല്ലേ ഉഷാറല്ലേ? അപ്പൊ ഒരു ഫസ്റ്റ് ജ്യൂസ് പറഞ്ഞിട്ടുള്ള നമ്മുടെ കിവി ആണ്. അപ്പൊ ഫസ്റ്റ് ജ്യൂസ് ആയിട്ട് ഇപ്പൊ കൊണ്ടുവന്നേക്കണം. ഇന്നത്തെ ദിവസം നമുക്ക് കിവി മാത്രമേ ഉള്ളു. നേരെ ഫസ്റ്റ് ജ്യൂസ് അടിക്കട്ടെ. ഫസ്റ്റ് ജ്യൂസ് അടിക്കണത് ഞാനാണ് കേട്ടാ. പുള്ളിക്കാരൻ വേണ്ടി കിവി ഉണ്ടാക്കിക്കൊണ്ടിരിക്കണേ ഗൈസ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് പാലാണ് കഴിക്കണം. ഫസ്റ്റ് പാൽ ഒഴിക്കുക. പാൽ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ അവനോടാ കട്ട് ചെയ്തോണ്ടിരിക്കണേ. വെളുത്തുള്ളി എന്തിയുടെ ചോപ്പ് ചെയ്തോണ്ടിരിക്കണേ. അതിൻ്റെ ഞാൻ ജ്യൂസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. സെറ്റായി നമ്മളെ ജ്യൂസ് ആയിട്ടുണ്ട് കേട്ടാ. ചെയ്യണം, സ്ട്രെയിൻ ചെയ്യണം. സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കണം. നമ്മുടെ കിവി ജ്യൂസ് വരുന്നത് വൈറ്റ് കളറിലാട്ടാ. ചേട്ടനോടെ കിവി കൊടുക്കുന്നത്. നമ്മളിവിടെ ബർഗർ അടിച്ചോണ്ടിരിക്കണത്. നമ്മളെ ബർഗറിനുള്ള ഇത് പാറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കണത്. നമ്മള് ബാക്കി കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തോണ്ടിരിക്കും. ബർഗറിന്റെ നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇത്. ബർഗർ നമ്മൾ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള ഒരു ഇത് തന്നെ. അപ്പോൾ നൈസായിട്ട് പുള്ളിക്കാരനോട് കൊടുക്കാൻ പോണേ. പുള്ളിക്കാരൻ കഴിച്ച് കഴിയുമ്പോഴേക്കും കഴിഞ്ഞ ശേഷം നമുക്ക് ചോദിക്കാട്ടോ. കാരണം കഴിക്കുന്നതിന് മുമ്പ് ഒരാളുടെ അഭിപ്രായം ചോദിക്കാൻ പാടില്ല എന്നാണ്. ഫുള്ളൊന്ന് കഴിച്ച് കഴിയുമ്പോൾ പുള്ളിയുടെ റിവ്യൂ ചോദിക്കാട്ടാ. അങ്ങനെ പുള്ളിക്കാരൻ പോയാട്ടാ ഗൈസ്. പക്ഷേ പുള്ളിക്കാരൻ ഇപ്പം റിവ്യൂ പറയാൻ പറ്റിയില്ല. കാരണം പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. പിന്നെ കുറച്ച് നല്ല കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നു. പുള്ളിക്കാരൻ ഇപ്പം റിവ്യൂ പറയാനുള്ള. പുള്ളിക്കാരൻ എല്ലാവരുമായിട്ടും വന്നിട്ട് പറയാൻ പറഞ്ഞു. കുറച്ച് ആൾക്കാരെ കൂടി ഇൻവൈറ്റ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവരെ നിനക്കറിയാം, ഇതിനാണ് നമ്മള് മുളക് കഴിച്ചെടുത്ത്. അപ്പൊ നമുക്കിന്ന് ഫ്രഞ്ച് ബക്കറ്റ് വേണമെന്ന് പറഞ്ഞു വന്നേക്കണ കേട്ടോ. അവന്റെ ട്രീറ്റ് ഒന്നും അവന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അവന് അന്നേരത്ത് തിന്നാൻ പറ്റിയില്ല. ഇപ്പൊ ബക്കറ്റ് അടിക്കാൻ വേണ്ടി വന്നേക്കണേ. അപ്പൊ അവന്റെ വീഡിയോ അത്യാവശ്യം കത്തി കയറിക്കൊണ്ടിരിക്കണ കേട്ടാ. അല്ലാതെ ഇനി വിഷയത്തിൽ എന്താ പറയാനുള്ള? ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ആയില്ലേ? അപ്പൊ അവന് വേണ്ടി നമുക്ക് ബക്കറ്റ് അടിക്കണ്ടാ ഗൈസ്. മുളക് കഴിച്ച ആള് വന്നെത്തിയിട്ടുണ്ട് ഗൈസ്. അവനൊരു ഫ്രഞ്ച് ബർഗറ്റ് ഓർഡർ ചെയ്തിട്ടുണ്ടാ. എങ്ങനെയുണ്ടാ കഴിച്ചിട്ട്? എന്താണ് ടേസ്റ്റ് തോന്നണ? ഒരു വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റ്. മുളക് കഴിച്ചിട്ട് എങ്ങനെ ഉണ്ടായി? അതാണ് എല്ലാരും ചോദിക്കണത് എന്നോട്. ഇനിയും തരാൻ പറഞ്ഞു തന്നില്ല. മുളക് തീർന്നു പോന്ന് പറഞ്ഞു. ഓ, അല്ലാണ്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ അപ്പൊ ഫ്രഞ്ച് ബർഗറ്റ് കഴിക്കണേ. അവന് ഡിമാൻഡുകളുണ്ടെന്നാണ് പറയണത് കേട്ടാ നമ്മുടെ അടുത്ത്. ഇതിന്റെ ഡിമാൻഡ് എന്തൊക്കെയാണ്? അതാണ് നമ്മളെ ഫ്രഞ്ച് ബർഗറിന്റെ പ്രത്യേകത. അടിയും അങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വരും. ഡിമാൻഡുകൾ പറഞ്ഞാ ഡിമാൻഡൊന്നുമില്ല. ഏറ്റവും വില കൂടിയ സാധനം അത് തന്നെ എനിക്ക് വേണം. അത് മറ്റേ സാധനം എന്താണ് അതിന്റെ പേര്? ഞാന് ലോഡർ ഫ്രൈ ചിക്കൻ വേണമെന്നാണ് പറഞ്ഞേക്കണ. അതിനിപ്പോ നോമ്പാണ്. നോമ്പ് കഴിഞ്ഞിട്ട് വരാന്ന് പറയണ മലക്ക് പോയിട്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു 3 കസ്റ്റമർ വന്നിട്ടുണ്ട് ഗൈസ്. അതെ, ഇവിടെ ഇരിക്കുന്നതാണ് കസ്റ്റമേഴ്സ്. കഴിച്ച് നോക്കിയിട്ട് എല്ലാവരും ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊള്ളായിരുന്നു കേട്ടോ. കഴിച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു ബർഗർ? ശരിക്കും ജനുവിനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? എന്തെങ്കിലും പറയണ്ടെങ്കിൽ പറയാം. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ബർഗർ സൂപ്പറാണ് ഗൈസ്. ചുമ്മാ പറയണല്ലടാ. കഴിച്ച് നോക്കാത്തവരുണ്ടെങ്കിൽ വീണ്ടും ഞാൻ പറയുന്നത് ഇങ്ങനത്തെ ഒരു സാധനം ലൈഫിൽ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവൂല. അത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരും പറഞ്ഞിരിക്കണം. കഴിഞ്ഞ ദിവസം ഒരു കസ്റ്റമർ കൊണ്ടുപോയിട്ട് ഈ സെയിം സാധനം ഞങ്ങൾ തിരിച്ചടിച്ച്. അപ്പൊ
കഴിക്കാത്തവർ വേണമെന്ന് കഴിച്ചു നോക്കിയോ. ഇനിയിപ്പോ കസ്റ്റമേഴ്സ് ഒന്നും ഇല്ല, ഇവരും കൂടി പോയി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആണ്. അപ്പൊ കുറച്ച് കഴിഞ്ഞ് വെറുതെ ഇരിക്കട്ടാ. ഓക്കെ ഗൈസ്, അങ്ങനെ നമുക്ക് ഒരു കസ്റ്റമർ കൂടി വന്ന് കയറിയിട്ടുണ്ട് കേട്ടാ. ആ കസ്റ്റമർ നമ്മളോട് അഭിപ്രായം ചോദിച്ചു നോക്കാം നമുക്ക്. ബ്രോ ഒരു കടിയടിച്ച് നോക്കിയിട്ട് ജനുവിനായിട്ടുള്ള റിപ്ലൈ മതി കേട്ടാ. കൊള്ളാം. ഹാപ്പിയാണ്. നമുക്ക് ഒരു ഫ്രഷ് ലൈൻ കൂടി വരുന്നുണ്ട്. ഫ്രഷ് ലൈൻ കോമ്പയാണ് നമുക്ക് വരുന്നത്. ബാക്കി ഫുള്ള് കഴിച്ചിട്ട് ഉഷാറായിട്ടിരിക്കുക. അപ്പൊ പുള്ളിക്കാരൻ പറഞ്ഞ് അടിപൊളിയാണെന്നാണ് കേസ് പറയണത്. എല്ലാവർക്കും നമ്മുടെ ബർഗർ ഇഷ്ടപ്പെടുന്നുണ്ട്, ഹൈലൈറ്റ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വരാത്തവര് തീർച്ചയായിട്ടും വന്ന് കഴിച്ചോ. ഞാൻ വെറുതെ പറഞ്ഞില്ല ഗൈസ്, തമാശ പറയണമെന്നല്ല. സൂപ്പർ ബർഗറാണ് കേട്ടോ നമ്മളാ. കഴിക്കുക, കഴിക്കാത്തവർ തീർച്ചയായും ഒന്ന് കഴിക്കണം. അപ്പൊ ഗൈസ് എല്ലാം കഴിഞ്ഞ് നമ്മള് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ റൂമിലെത്തി. അപ്പൊ എല്ലാവരും സ്മാർട്ടായിരിക്കും ഗൈസ്. ഈ വീഡിയോ ഞാനിവിടെ കൊണ്ട് അവസാനിപ്പിക്കണേ. പിന്നെ കുറെ കസ്റ്റമേഴ്സ് ഒക്കെ വന്ന് എല്ലാരും വീഡിയോ എടുക്കാൻ സമ്മതിച്ചില്ല. അപ്പൊ ഗുഡ് നൈറ്റ് ഗൈസ്. അപ്പൊ അടുത്തൊരു വീഡിയോ വരാം. ഓക്കേ.